നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. മലപ്പുറം ഇരുമ്പിളിയത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് കൈപ്പുറം സ്വദേശി സഫ്വാൻ. പൊന്നാനിയിൽ നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് മറിഞ്ഞു. ചങ്ങരംകുളം ചിയ്യാനൂരിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. കൊല്ലത്ത് വയോധികയുടെ കാതറത്ത് സ്വർണ്ണ കവർച്ച. കമ്മലും മാലയും സ്മാർട്ട് ഫോണും മോഷണം പോയി. കാതിന് പരിക്കേറ്റു. അതിക്രമം വീട്ടിൽ കയറി മർദ്ദിച്ച് അവശയാക്കിയ ശേഷം തെന്മല ആര്യങ്കാവ് ഭാഗങ്ങളിൽ മോഷണങ്ങൾ പെരുകുന്നു. തൃശൂരിൽ പള്ളിപ്പെരുന്നാളിനിടെ പോലീസ് ജീപ്പിന് മുകളിൽ നൃത്തം ചെയ്ത യുവാവ്. മദ്യലഹരിയിൽ പോലീസുകാർക്ക് നേരെയും ആക്രമണം. 4 പേർക്ക് പരിക്ക്. കേസെടുത്ത പേരാമംഗലം പോലീസ്. ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു. ആദ്യത്തെ 10 ദിവസം ദർശനം നടത്തിയത് മുൻ വർഷങ്ങളിലേക്കാൾ ഏറെ തീർത്ഥാടകർ. 13 കോടിയുടെ വരുമാന വർധനവ്. 18ാം പടി കയറി എത്തുന്നവർക്ക് നേരെ ശ്രീകോവിൽ ദർശനം സാധ്യമാക്കാൻ നടപടികളുമായി ദേവസ്വം ബോർഡ്. ഹൈറേഞ്ചിൽ നിന്നുള്ള ദീർഘദൂര സർവീസുകൾ KSRTC നിർത്തലാക്കുന്നു. നടപടി ലാഭകരമല്ലെന്ന കാരണത്താൽ മലയോര മേഖലയിലെ യാത്രക്കാർ ദുരിതത്തിൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. EP ജയരാജന്റെ ആത്മകഥാ പ്രസിദ്ധീകരണത്തിൽ കരാർ ഉണ്ടായിരുന്നില്ലെന്ന വാദം തള്ളി DC ബുക്സ്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ എന്ന വിശദീകരണം വിഷയത്തിൽ മൊഴി നൽകിയിട്ടുണ്ടെന്നും DC ബുക്സ് വ്യക്തമാക്കി. കോട്ടയം ഡിവൈഎസ്പി KG അനീഷിന് മുമ്പാകെയാണ് രവി DC മൊഴി നൽകിയത്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് DGPക്ക് കൈമാറും. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഇപ്പോൾ പുതുതായി DC ബുക്ക് ഈ വിവാദത്തിൽ പറയുന്ന കാര്യം എന്താണ്? കരാർ ഇല്ല എന്നുള്ളത് നേരത്തെ സമ്മതിച്ച വിഷയമല്ലേ? ഇപ്പോൾ എന്താണ് അതിലൊരു മാറ്റമുണ്ടായിരിക്കുന്നത്? അതായത് നേരത്തെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ കരാർ ഉണ്ടാക്കിയിട്ടില്ല, അത് കേവലം ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നായിരുന്നു DC ബുക്സ് ഉടമ രവി DC പോലീസിന് മൊഴി നൽകിയതെന്നായിരുന്നു. അത്തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു പുറത്തു വന്നിരുന്നത്. അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ അവരുടെ ഒരു വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും ഈ രീതിയിൽ, അതായത് പ്രസിദ്ധീകരണത്തിൽ കരാർ ഉണ്ടായിരുന്നില്ലെന്ന വാദം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ DC രവിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നത്. വിഷയത്തിൽ കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് DC ബുക്സ് വ്യക്തമാക്കുന്നു. കൂടാതെ കോട്ടയം DSP KG അനീഷിന് മുമ്പാകെ നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. കൂടാതെ ഇതിനുശേഷം ഈ മൊഴിയിൽ 170 പേപ്പർ, അതുമായി വന്ന പേജുകളുടെ PDF-ഉം എങ്ങനെ പുറത്തു വന്നതെന്ന് അറിയില്ല എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കൂടാതെ തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ EP ജയരാജന്റെ ആത്മകഥയിൽ എന്ന് പറയുന്ന പുസ്തകങ്ങളുടെ ഭാഗം പുറത്തു വന്നത് ഗൂഢാലോചന ഉണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലപാട് അവർ വ്യക്തമായിക്കൊണ്ട് അവരുടെ വിശദീകരണം പുറത്തു വരുന്നത്. എന്തായാലും DC ബുക്സ് വ്യക്തമാക്കുന്നത് അതിൽ കരാർ കൃത്യമായി ഏർപ്പെടുത്തിയിരുന്നു, ചുരുക്കം ആശയവിനിമയം മാത്രമല്ല നടത്തിയതെന്ന് കൂടി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ DGPക്ക് അന്വേഷണ സംഘം കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതായത് മിഥുൻ, ആദ്യഘട്ടത്തിൽ അതായത് ഈ DYSPക്ക് മുമ്പാകെ മൊഴി നൽകിയതിൽ മാധ്യമ വാർത്തകൾ ഇത്തരത്തിൽ വന്നു. DC ബുക്സിന്റെ പക്കൽ കരാറില്ല എന്നുള്ളത് DC ബുക്സ് സമ്മതിച്ചു കഴിഞ്ഞു എന്നുള്ള തരത്തിൽ അത് തെറ്റാണ്, ആ വാർത്ത തെറ്റാണ് എന്നുള്ള തരത്തിൽ ഔദ്യോഗികമായ ഒരു കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അല്ലേ? അതെ, തീർച്ചയായും. അതായത് ഇന്ന് കോട്ടയം DSP KG അനീഷിന് മുമ്പാകെയാണ് മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി DC രവി എത്തിയത്. പക്ഷേ ആ സമയത്ത് മൊഴി രേഖപ്പെടുത്തുന്നതിന് വേളയിലാണ് മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ഇത്തരത്തിലൊരു കരാർ ഉണ്ടായിരുന്നില്ല, കേവലം ഒരു ആശയവിനിമയം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നതെന്നടക്കമുള്ള വിവരങ്ങളായിരുന്നു, അത്തരത്തിലുള്ള വാർത്തകളായിരുന്നു പ്രചരിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ DC ബുക്സ് അവരുടെ ഒരു വിശദീകരണം നടക്കുന്നതിന് വേണ്ടി രംഗത്ത് വരികയും ചെയ്തത്. അതായത് തങ്ങൾ കൃത്യമായ രീതിയിൽ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്, കൃത്യമായി കരാറടക്കം രേഖപ്പെടുത്തിയ ശേഷമാണ് പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണവുമായി മുന്നോട്ട് പോയതെന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മറ്റു കാര്യങ്ങൾ, ഈ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ മറ്റു കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാൻ സാധിക്കില്ല. അതെല്ലാം തന്നെ കൃത്യമായി ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിക്കും. കൂടുതൽ തെളിവുകൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് EP ജയരാജൻ ഈ പുസ്തകം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ കരാറിന്റെ കോപ്പി അടക്കം ഇവർക്ക് അന്വേഷണത്തിന് മുമ്പാകെ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് അത്
മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറല്ല എന്നും രവി DC വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിവരങ്ങൾ ഈ DC രവി നൽകിയിട്ടുള്ള ആ മൊഴി കൃത്യമായി അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അത് റിപ്പോർട്ട് അത് ഇന്ന് തന്നെ DGPക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് മുമ്പാണ് ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് നിലപാട് വ്യക്തമാക്കി DC ബുക്സ് രംഗത്ത് വരുന്നത്. എന്തായാലും കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ബുക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രസിദ്ധീകരണത്തിന് തയ്യാറായത്. നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമാണ് മുന്നോട്ട് പോയതെന്നും അവർ വ്യക്തമാക്കുന്നു. തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. EP ജയരാജന്റെ ആത്മകഥാ പ്രസിദ്ധീകരണത്തിൽ കരാർ ഉണ്ടായിരുന്നില്ല എന്ന വാർത്ത തള്ളി DC ബുക്സ് രംഗത്തെത്തിയിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം ഇരുമ്പിളിയം നീലാംപാടം പാറയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. കൈപ്പുറം സ്വദേശി സഫ്വാനാണ് മരിച്ചത്. ടിപ്പർ ലോറിയുടെ പുറകിൽ ബൈക്ക് ഇടിച്ചാണ് അപകടമുണ്ടായത്. സുഹൃത്ത് പരിക്കുകളോടെ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെയാണ് അപകടം നടന്നത്. മലപ്പുറം പൊന്നാനി കർമ്മ റോഡിൽ നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് മറിഞ്ഞ അപകടം. കാറിലുണ്ടായിരുന്ന വേങ്ങര സ്വദേശികൾ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്ന് ഉച്ചയോടെയാണ് അപകടം സംഭവിച്ചത്. മലപ്പുറം ചങ്ങരംകുളം ചിയ്യാനൂരിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. KSRTC ബസ്സിടിച്ച് നിയന്ത്രണം വിട്ട ലോറി നിർത്തിയിട്ട 4 ബൈക്കുകൾ തകർത്തു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് അപകടമുണ്ടായത്. ചങ്ങരംകുളം പോലീസ് എത്തി പരിശോധന നടത്തി. കോഴിക്കോട് മുക്കത്ത് കലം തലയിൽ കുടുങ്ങിയ കുഞ്ഞിന് രക്ഷകരായി അഗ്നിരക്ഷാസേന. അടിവാരം സ്വദേശി ജംഷീദിന്റെ മകൾ 2.5 വയസ്സുകാരി അസ സഫ്രയുടെ തലയിലാണ് സ്റ്റീൽ കലം കുടുങ്ങിയത്. അടുക്കളയിൽ കളിക്കുന്നതിനിടയിലാണ് സംഭവം. മുക്കം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കലം മുറിച്ചു മാറ്റിയാണ് കുട്ടിയെ രക്ഷിച്ചത്. കൊല്ലത്ത് വയോധികയുടെ കാതറുത്ത് സ്വർണം കവർന്നു. വീട്ടിൽ കയറി മർദ്ദിച്ച് അവശയാക്കിയ ശേഷമാണ് കാതിലും കഴുത്തിലും ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. കൊല്ലം കുന്നിക്കോട് പച്ചിലവളവിൽ പുഷ്പവിലാസത്തിൽ 85 വയസ്സുള്ള ഹൈമവതിയെയാണ് ആക്രമിച്ച് സ്വർണം കവർന്നത്. കഴിഞ്ഞ രാത്രി 12 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. വീട്ടിൽ ഹൈമവതി തനിച്ചാണ് താമസിച്ചിരുന്നത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ മോഷ്ടാവ് വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ആസ്പെറ്റോസ് ഷീറ്റ് ഇളക്കി മാറ്റിയാണ് അകത്തു കടന്നത്. ഉറക്കത്തിലായിരുന്ന ഹൈമവതിയുടെ അടുത്തെത്തി വായിലും മൂക്കിലും കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തി. കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുക്കുകയും കാതിലുള്ള കമ്മൽ വലിച്ചെടുക്കുകയും ചെയ്തു. അതിക്രമത്തിൽ ഹൈമവതിയുടെ ഇടത് കാതിന് മുറിവ് പറ്റിയിട്ടുണ്ട്. എന്റെ ഈ വേറൊന്നുമില്ല, ഒരു കൊച്ചുമാലയാ 1.5 പവന്റെ കട്ടിയുള്ള എണ്ണം കഴുത്തോട്ടം കിടന്നേ. അതും വലിച്ചിങ്ങനെ പറിച്ച് ഈ ചെവിന്ന് കമ്മല്, അതേ വേറെ ഒന്നും എടുത്തതും ചോദിച്ചതും പറഞ്ഞതും ഒന്നുമില്ല, മിണ്ടിയതുമില്ല. അല്ല അവൻ അന്നേരം വാക്കാൻ തുടങ്ങിയപ്പോ മിണ്ടരുതെന്ന് പറഞ്ഞു. മലയാളിയാവൻ. ഹൈമവതിയുടെ സ്മാർട്ട് ഫോണും കവർന്നാണ് മോഷ്ടാവ് സ്ഥലം വിട്ടത്. കൈവശമുണ്ടായിരുന്ന മറ്റൊരു ഫോണിൽ മക്കളെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഓടിക്കൂടിയ അയൽക്കാരും ബന്ധുക്കളും ചേർന്ന് ഹൈമവതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാതിന് 4 തുന്നുകെട്ടലുകളുണ്ട്. കുന്നിക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പുനലൂർ. തൃശൂർ ആമ്പക്കാട് പള്ളിപ്പെരുന്നാളിനിടെ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നൃത്തം ചെയ്ത യുവാവ്. മദ്യലഹരിയിലായിരുന്നു നൃത്തം. ഇത് തടഞ്ഞ പോലീസുകാരെ യുവാക്കൾ ആക്രമിച്ചു. സംഘർഷത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പേരാമംഗലം പോലീസാണ് കേസെടുത്തത്. കൊല്ലം കടയ്ക്കലിൽ
അധ്യാപികയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരമൂട് കുന്നുംപുറം വീട്ടിൽ ശ്രീജയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. തർപ്പക്കാട് അംബേദ്കർ നഗറിന് സമീപത്തുള്ള കുളത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തിയാണ് കുളത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. കടക്കൽ UP സ്കൂളിൽ അറബിക് അധ്യാപികയാണ് മരിച്ച ശ്രീജ. കൊല്ലം കൊട്ടാരക്കര കോട്ടാത്തല പത്തടിയിൽ കടന്നൽ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. പാടത്ത് കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്കാണ് കടന്നൽ കുത്തേറ്റത്. പരിക്കേറ്റവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഗുരുതര പരിക്കേറ്റ തുളസീധരനെ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രദേശമാകെ കടന്നൽ വ്യാപിച്ചതിനാൽ വനം വകുപ്പ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി ഹൈറേഞ്ചിൽ നിന്നുള്ള ദീർഘദൂര സർവീസുകൾ KSRTC നിർത്തുന്നു. സർവീസുകൾ ലാഭകരമല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ബസ്സുകൾ കുറഞ്ഞതോടെ മലയോര മേഖലയിലെ യാത്രക്കാരും ദുരിതത്തിലാണ്. ഇടുക്കി നെടുങ്കണ്ടത്തു നിന്നും രാവിലെ 5-ന് പുറപ്പെട്ടിരുന്ന കണ്ണൂർ ബസ്സും കട്ടപ്പനയിൽ നിന്നും മൂവാറ്റുപുഴയ്ക്ക് സർവീസ് നടത്തിയിരുന്ന ഫാസ്റ്റ് പാസഞ്ചറും സർവീസ് നിർത്തി. സേനാപതിയിൽ നിന്നും വെളുപ്പിന് 3-ന് പുറപ്പെട്ടിരുന്ന കോട്ടയം ബസ്സും ശാന്തൻപാറയിൽ നിന്നും വടക്കാഞ്ചേരിക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സും ഏതാനും മാസങ്ങൾക്കിടെ സർവീസ് അവസാനിപ്പിച്ചു. സർവീസുകൾ ലാഭകരമല്ലാത്തതുകൊണ്ടാണ് നിർത്തലാക്കിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഹൈറേഞ്ചിലെ ജനങ്ങൾ മറ്റ് ജില്ലകളിലേക്കുള്ള യാത്രകൾക്കായി ആശ്രയിച്ചിരുന്നത് ഈ ബസ്സുകളെയാണ്. മുന്നറിയിപ്പുകളും കാരണങ്ങളുമില്ലാതെ പല സർവീസുകളും നിർത്തലാക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ഹൈറേഞ്ചിൽ നിന്നും വിവിധ ജില്ലകളിലേക്കുള്ള KSRTC ബസ്സുകളുടെ നിർത്തലാക്കൽ ഹൈറേഞ്ചിലെ യാത്രക്കാർ വലയുകയാണ്. നമുക്കറിയാം, ഈ ജില്ലയിൽ നിന്നും അടുത്ത ജില്ലയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ കൂടുതൽ KSRTC ബസ്സുകൾ ഉപയോഗിക്കുമ്പോൾ ആ ബസ്സുകൾ യാതൊരു അറിയിപ്പോ കാരണമോ കൂടാതെ നിർത്തിയിരിക്കുകയാണ്. ലാഭകരമായ സർവീസുകൾ തുടർച്ചയായി നിർത്തലാക്കുന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം ജില്ലാ കലോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ്. 12 ഉപജില്ലകളിൽ നിന്നായി 10,000-ത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുക. പ്രധാന വേദിയായ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നാളെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ KL ലാൽ പതാക ഉയർത്തും. 14 വേദികളിലായാണ് മത്സരങ്ങൾ. ഗോത്ര കലാരൂപങ്ങൾ ഉൾപ്പെടെ 14 ഇനങ്ങളാണ് പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 63ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് കൊട്ടാരക്കരയിൽ നവംബർ 26-ന് തിരിതെളിയുകയാണ്. കൊട്ടാരക്കരയിലെ ജില്ലാ കലോത്സവം ഏറ്റവും മികച്ച ജില്ലാ കലോത്സവം, അല്ലെങ്കിൽ കൊല്ലം ജില്ല ഏറ്റവും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു കലോത്സവമാണ് കൊട്ടാരക്കരയിലെ കലോത്സവം. 1ാം വേദിയായിട്ട് കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട് 1ാം വേദിയിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും വലിയ, കൊല്ലം ജില്ല റവന്യൂ ജില്ലയിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വേദി കൊട്ടാരക്കരയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളുടെ 14 വേദികൾ, ആ 14 വേദികളുടെയും നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച ഒരു കലോത്സവമാക്കി തീർക്കുവാനായിട്ട് ഇത് സാധിക്കട്ടെ. നമ്മുടെ ബാലഗോപാൽ സാറ്, ചിഞ്ചുറാണി മിനിസ്റ്റർ ഗണേഷ് സാർ, എല്ലാ മിനിസ്റ്റർമാരും, എല്ലാ MLA-മാരും, എല്ലാ ജനപ്രതിനിധികളും നമ്മളോടൊപ്പമുണ്ട്. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉള്ളതുകൊണ്ട് തന്നെ ടെൻഷനില്ലാതെ നമുക്ക് ഈ കലോത്സവം പൂർത്തീകരിക്കാൻ സാധിക്കും. കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവനെ ഗതാഗത വകുപ്പിന്റെ സന്മാർഗ പരിശീലന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പൊതുനിരത്തുകളിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് ഗാന്ധി ഭവനിൽ സേവന ശിക്ഷ നൽകും. നിശ്ചിത കാലം താമസിച്ച് സേവന ജോലികൾ ചെയ്യണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, ചെറുപ്പക്കാർ എന്നിവർക്കിടയിൽ നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള നിർദ്ദേശമനുസരിച്ച് നമ്മളിവിടെ പത്തനാപുരം ഗാന്ധി ഭവനിൽ നിശ്ചിത കാലം താമസിച്ച് സന്മാർഗ പരിശീലനം നേടുന്നതിനും സേവന ജോലിക്കായി നിയോഗിക്കുന്നതിനും നമ്മളിപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. സ്വന്തമായി വടംവലി ടീം ഉണ്ടാക്കി കേരളത്തിൽ ഉടനീളം മത്സരിക്കുകയാണ് ഇടുക്കി മാവടി സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ജോസഫ് ചുണയംമാക്കൽ. വോളിബോൾ, ബാഡ്മിന്റൺ തുടങ്ങി വിവിധ കായിക വിനോദങ്ങൾക്കും ഇടവകയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകും. യുവതലമുറയെ കായിക മേഖലയിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്താണ് ഇടുക്കിയിൽ മാവടിയുടെ സ്വന്തം വടംവലി ടീം രൂപം കൊണ്ടത്. ഓണപരിപാടികൾക്കൊപ്പം വടംവലി മത്സരവും നടത്തിയപ്പോൾ നാടിൻ്റെ സ്വന്തം ടീമെന്ന ആശയത്തിലേക്ക് എത്തുകയായിരുന്നു. നെടുങ്കണ്ടം മാവടി സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ജോസഫ് ചുനയംമാക്കൽ എന്ന സിജോ അച്ഛനാണ് ഉദ്യമത്തിന് പിന്നിൽ. ടീം രൂപപ്പെടുത്തി ചിട്ടയായ പരിശീലനം നൽകി വടംവലിക്കാർക്ക് പ്രചോദനമായി സിജോ അച്ഛനും കളത്തിലിറങ്ങി.
കേരളത്തിൽ വിവിധ മേഖലകളിൽ നടന്ന വടംവലി മത്സരങ്ങളിൽ ഇതിനോടകം സെന്റ് തോമസ് ടീം പങ്കെടുക്കുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. കായിക രംഗത്ത് നിന്ന് പിന്നോട്ട് പോകുന്ന യുവതലമുറയെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അച്ഛൻ കളത്തിലിറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു തലമുറയെ കൂടുതൽ ശക്തമായിട്ടും തീക്ഷ്ണമായിട്ടും കായിക മേഖലയോടുള്ള ആഭിമുഖ്യമൊക്കെ ഒന്ന് വളർത്തിയെടുക്കുക എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഞങ്ങൾ അവിടെ എല്ലാ തരത്തിലുള്ള സ്പോർട്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവിടെ കരാട്ടെ പരിശീലനമുണ്ട്, വോളിബോൾ മത്സരങ്ങളുണ്ട്, അതുപോലെ ബാഡ്മിൻ്റൺ മത്സരങ്ങളുണ്ട്, പരിശീലിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല അവസരങ്ങൾ കൊടുക്കുന്നു. വടംവലിക്ക് മാത്രമല്ല വോളിബോൾ, ബാഡ്മിൻ്റൺ തുടങ്ങിയ വിവിധ കായിക വിനോദങ്ങൾക്ക് ഇടവകയുടെ നേതൃത്വത്തിൽ പരിശീലനത്തിന് അവസരമൊരുക്കിയിട്ടുണ്ട്. വിവിധ ഇനങ്ങളിൽ മത്സരങ്ങളും നടത്താറുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ശില്പനിർമ്മാണത്തിൽ ശ്രദ്ധേയനായി ഇടുക്കി മേരികുളം സ്വദേശി മണലേൽ തങ്കച്ചൻ. പാഴ്വസ്തുക്കളും മരത്തടികളും തങ്കച്ചന്റെ കരവിരുതിൽ മനോഹര ശില്പങ്ങളായി മാറും. പക്ഷികളും മത്സ്യങ്ങളും സർപ്പവും തുടങ്ങി ഇടുക്കി അയ്യപ്പൻകോവിൽ മേരികുളം സ്വദേശി തങ്കച്ചന്റെ കരവിരുതിലൊരുങ്ങിയ ശില്പങ്ങൾ നിരവധിയാണ്. പാഴ്വസ്തുക്കളും മരത്തടികളും തങ്കച്ചന്റെ കരവിരുതിൽ മനോഹര ശില്പങ്ങളായി മാറും. 1 മാസം വരെ സമയമെടുത്താണ് ഒരു നിർമ്മിതി പൂർത്തീകരിക്കുന്നത്. ശാരീരിക അവശതകൾക്കിടയിലും കലയെ ചേർത്ത് നിർത്തുകയാണ് ഈ 65-കാരൻ. ചെറുപ്പം മുതൽ ശില്പകലയിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിലും 2 വർഷം മുമ്പാണ് സജീവമായത്. ഹൃദയസംബന്ധമായ രോഗം ബാധിച്ച് മറ്റ് ജോലികൾ ചെയ്യാൻ സാധിക്കാതെ വന്നതോടെയാണ് പൂർണ്ണമായും ശില്പനിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്. ഭയങ്കര ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടായി. മറ്റു കൂലിപ്പണിക്കൊന്നും പോകത്തില്ല. അതുകൊണ്ട് ഇത് ഇച്ചിരി ഊറ്റമായിട്ടൊക്കെ ഈ വേരുകളൊക്കെ ഇങ്ങനെ പറമ്പിൽ നടന്ന് മാന്തിയും പെരക്കും ചിലരൊക്കെ തരും. തങ്കച്ചനൊരുക്കുന്ന ശില്പങ്ങൾക്ക് നിരവധി ആവശ്യക്കാരുമുണ്ട്. നിത്യച്ചെലവിനും ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതും ശില്പനിർമ്മാണത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലൂടെയാണ്. പൂർണ്ണ പിന്തുണയുമായി ഭാര്യ സതിയമ്മയും ഒപ്പമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ സംഗീതോത്സവം നാളെ തുടങ്ങും. 80 വർഷമായി നടന്നുവരുന്ന പോലീസ് വിളക്ക് ഇക്കുറിയും ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. 1 മാസം നീണ്ടു നിൽക്കുന്ന വിളക്കാഘോഷങ്ങളിൽ കോടതി വിളക്ക്, വിവിധ ബാങ്കുകൾ, പോസ്റ്റൽ വിളക്കുകൾ എന്നിവ നടക്കും. ശരണപാതയിൽ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമല തീർത്ഥാടനം 9 നാൾ പിന്നിടുമ്പോൾ മുൻവർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വൻ വർധന. 12 വിളക്ക് കഴിയുമ്പോൾ തിരക്കേറുന്നതോടെ കൂടുതൽ തീർത്ഥാടകർക്ക് ദർശനത്തിന് അവസരം നൽകാനാകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് 3 ലക്ഷം ഭക്തരാണ് അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്ത് അധികമായി എത്തിയത്. 13 കോടി രൂപയുടെ വരുമാന വർധനവും ഉണ്ടായി. നടവരവും പ്രസാദ വിതരണത്തിലുമായി ഇത്തവണ 41,61 ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് ലഭിച്ചു. വരുമാനത്തിന്റെ കാര്യത്തിലും വലിയ വർധനയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ ദിവസം ഉണ്ടായിരുന്നത് 28,30,20,364 ഉണ്ടായിരുന്നു. ഇപ്പോ 41,64,65,000. 1 മിനിറ്റിൽ 80 തീർത്ഥാടകരെയാണ് 18-ാം പടിയിലൂടെ ഇപ്പോൾ കടത്തിവിടുന്നത്. പ്രതിദിനം 80,000 തീർത്ഥാടകർക്ക് സുഗമമായ അയ്യപ്പ ദർശനത്തിന് അവസരവുമുണ്ട്. അടുത്ത 29 വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ടെങ്കിലും ബുക്ക് ചെയ്ത 10,000-ഓളം പേർ ഓരോ ദിവസവും ദർശനത്തിനെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വിവിധയിടങ്ങളിലെ തത്സമയ സ്പോട്ട് ബുക്കിംഗിലൂടെ കൂടുതൽ ഭക്തർക്ക് ദർശനത്തിന് അവസരം നൽകാനാവും എന്നും ബോർഡ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യ സ്ക്രാപ്പ് സെന്റർ കോഴിക്കോട് മുക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ബിഗ് ബിൻ എന്ന പേരിൽ പെരുമ്പടപ്പിൽ സ്ക്രാപ്പ് സെന്റർ ആരംഭിച്ചത്. അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് റീസൈക്ലിംഗ് യൂണിറ്റുകളിലേക്ക് കയറ്റി അയക്കും. സ്ക്രാപ്പ് സെന്ററിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. സഹകരണ മേഖലയിൽ ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണ് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഈ നമ്മുടെ നാടിലെ ഏറ്റവും വലിയ വിഷമിപ്പിക്കുന്ന ഒരു വിഷയം ഈ മാലിന്യങ്ങളുടെ കളക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ റീസൈക്ലിങ്ങും വേർതിരിച്ചിങ്ങായിട്ട് റീസൈക്ലിങ്ങും കാര്യങ്ങളാണ് ഏറ്റവും വലിയൊരു വിഷയമായിട്ടുള്ളത്. അപ്പോൾ
ഇത്തരം ഒരു സംരംഭത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിക്കൊണ്ടാണ് മെക്കോസ് ഇത്തരമൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വലിയൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് രംഗത്ത് വലിയൊരു പ്രൊജക്റ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. തുടക്കം എന്ന നിലയ്ക്കാണ് ഇവിടെ ഈ സ്ക്രാപ്പ് കളക്ഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുള്ളത്. ഭാവിയിൽ അത് റീസൈക്ലിംഗ് രംഗത്തും അതുപോലെ തന്നെ വലിയ രൂപത്തിലേക്കുള്ള ഒരു സംവിധാനമായി മാറണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,180 രൂപ, പവന് 57,440 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,940 രൂപ, പവന് 47,520 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോഗ്രാമിന് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. മഞ്ജുഷ് ഗോപാൽ എത്തും. നമസ്കാരം.